അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. ഇന്നൽ ഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹുമ്മ സ്വല്ലി അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാന്യരായ എംഎസ്എമ്മിൻ്റെ സംഘാടകരെ, അതിലേറെ ബഹുമാന്യരായ കുട്ടികളെ, അള്ളാൻ്റെ പ്രീതി ആഗ്രഹിച്ച് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ത് എന്ന്, അതിലേക്ക് എത്താനുള്ള മാർഗം എന്ത് എന്ന് കണ്ടെത്തി നിൽക്കുകയാണ് നമ്മൾ. അതിലേക്കുള്ള വഴി, അത് ഉറപ്പാക്കാൻ നമ്മളിൽ ഉണ്ടാകേണ്ട വഴി, അതാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളവിടെ ക്ലാസ് എടുത്താൽ ഞാൻ നേരെ താഴോട്ട് ചാടും. എന്നിട്ട് അവിടെ ക്ലാസ് എടുക്കുന്ന ആളുകളുടെ കയ്യിൽ മൈക്ക് കൊടുക്കും. അവർ ബാക്കി പൂർത്തിയാക്കും. ഓക്കെ? ഡീൽ ഓർ നോ ഡീൽ? ഡീൽ. അപ്പം വേറെ ക്ലാസ് എടുക്കണ്ട. നമ്മൾ കുറച്ച് നേരം ഒരുമിച്ച് ഉള്ള ക്ലാസ്. ഞാൻ അങ്ങനെ പറയാം, നിങ്ങളിങ്ങനെ കേൾക്കുക, ഇത് എപ്പോഴാ നിർത്താവുന്നല്ല. ഒരുമിച്ച് നമ്മൾ കുറച്ച് നേരം പറയും, അത്രയേ ഉള്ളൂ. ശരി. കുറേ സംഘടനകൾ ഉണ്ടല്ലേ? കുറേ സംഘടനകൾ അറിയില്ല നിങ്ങൾക്ക്? രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും കുറേ സംഘടനകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്തുകൊണ്ട് നമ്മളിവിടെ എംഎസ്എമ്മുകാരായി ആ ഒരു ആദർശത്തിൽ നിലകൊള്ളുന്നു എന്നതിൻ്റെ ഉത്തരം ആരാ പറയാം? എന്തുകൊണ്ട് ഞാനൊരു എംഎസ്എമ്മുകാരനായി? എന്തുകൊണ്ട് നാട്ടിൽ കുറേ പള്ളി ഉണ്ടായിട്ടും ഒരു പള്ളിയിലേക്ക് ദൂരം താണ്ടി ഞാൻ പോകുന്നു എന്നതിൻ്റെ ഉത്തരം എന്താ? പറഞ്ഞോ, ആരാ പറയാ? എന്തുകൊണ്ടാണ് നമ്മളിവിടെ എംഎസ്എമ്മുകാരായി വന്നിരിക്കുന്നത്? പറഞ്ഞോ ഉത്തരം. ഇല്ല, ഉത്തരല്ലേ? എന്താ ഇപ്പൊ ഇവിടെ വന്നതിന്റെ ലക്ഷ്യം? ഉച്ചക്ക് ബിരിയാണി ഇന്നല അല്ലല്ലോ. എന്താണ്? വീട്ടിൽ നിന്ന് ഗെയിം കളിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഒരുമിച്ച് ഫോണൊക്കെ കൊണ്ടുവന്ന് ഗെയിം കളിക്കാതാ? അതൊന്നല്ല, വേറെന്തോ ലക്ഷ്യമുണ്ട്. അതായിരുന്നു ഇതുവരെ നമ്മൾ കേട്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറേ സംഘങ്ങൾ ഉണ്ടായിട്ടും വേറിട്ടെടുക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയണോ? കേൾക്കില്ല. നിങ്ങൾക്ക് അറിയാം ഉത്തരങ്ങൾ പറഞ്ഞ ശരിയാ. എന്താ? ഞാൻ മൈക്ക് കൊണ്ട് താഴോട്ട് ഇറങ്ങണോ? ഇറങ്ങട്ടെ, പറയണേ. എന്തുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം പറയും? ഞാൻ അതിൻ്റെ ഉത്തരം പറയാൻ ചെറിയൊരു കഥ പറയാം. ഒരു നാട്ടിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. വലിയ മരം, പച്ച നിറത്തിൽ നിറയെ ഇലകളുള്ള, ആ നാട്ടിന് മൊത്തം തണൽ നൽകുന്ന ഒരു വലിയ മരം. ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ആളുകൾ ഇങ്ങനെ സൊറ പറയും, സംസാരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ആ മരമാണ് ഉപയോഗപ്പെടുത്തുക. ഒരു ദിവസം ആളുകൾ വന്ന് നോക്കുമ്പോൾ ആ മരത്തിലെ ഇലകൾ ഇങ്ങനെ ഉണങ്ങുന്നുണ്ട്. ആ മരത്തിൻ്റെ തൂമ്പ് വാടുന്നുണ്ട്. ആകെ മരം ഉണങ്ങിപ്പോകുന്നതായി ഒരു തോന്നൽ. അപ്പൊ അതുവരെ ആ മരത്തിന്റെ ചുറ്റിലും നിന്ന ആളുകൾ എല്ലാവരും ആ മരത്തെ സംരക്ഷിക്കണമെന്ന് കരുതി എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചു. പക്ഷെ മരത്തെ സംരക്ഷിക്കാൻ തീരുമാനിച്ച ആൾക്കാർ വിവിധ ഗ്രൂപ്പുകളായി മാറി. കുറേ ഗ്രൂപ്പുകളായി മാറി. ഒന്നാമത്തെ ഗ്രൂപ്പ്
കുറേ ആളുകളുണ്ട്. അവരിങ്ങനെ പറഞ്ഞ്, ഇതാ ഈ കാണുന്ന മരം, ആ മരത്തിൽ എന്താ ഉള്ളത്? അതിനാരോ എന്തോ ഗൂഢോത്രം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നമുണ്ട്. ആരോ എന്തോ മാരണോ എന്തോ ചെയ്തിട്ട് ആണ് ആ മരം ഉണങ്ങിയത്. അതുകൊണ്ട് ആ മരത്തെ സംരക്ഷിക്കാൻ മാലിയും മൗലൂദും റാത്തീബൊക്കെ ചൊല്ലി ആ മരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടി നടക്കാമെന്ന് പറഞ്ഞ് ഒരു വലിയ ടീം. അപ്പോൾ ആൾക്കാർക്ക് തോന്നി അത് ശരിയാ, മൗലൂദ് റാത്തീബൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം എന്തെങ്കിലും തിന്നാനുണ്ടാവും. കുറേ ആൾക്കാർ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ വേറെ കുറച്ച് ആൾക്കാർ, അവരൊന്നുകൂടി ഒരു ബുദ്ധിപരമായി ഒക്കെ ചിന്തിക്കുന്ന, കുറച്ചൊക്കെ ഒരു വേഷവും വിധാനമൊക്കെ നല്ലൊരു ഉഷാറുള്ള കുറച്ച് ആൾക്കാർ, അവർ പറഞ്ഞ് ഈ മരം ഉണങ്ങാൻ കാരണം ഒരു പക്ഷേ പ്ലാച്ചിവടയിലൂടെ ഒഴുകുന്ന വെള്ളമെങ്ങാനും ഈ മരത്തിന്റെ ചോട്ടിലൂടെ ഒഴുകുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ ഈ മരം ഉണങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ആ പ്ലാച്ചിവടയിലെ ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്കൊരു യാത്ര പോകാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ പിന്നെ ഇങ്ങനെ വന്നു. വേറെ കുറച്ച് ആൾക്കാർ അവരിങ്ങനെ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഈ മരം ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ്, ഒഴിഞ്ഞ സ്ഥലത്താണ്, ആരും കാണാത്തോടത്താണ്, വിജനതയിൽ നിൽക്കാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വിജനതയിൽ ഇവിടെ അള്ളാന്റെ വേറെ സൃഷ്ടികൾപ്പെട്ട ജിന്നും മലക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ഓലോടൊന്ന് വിളിച്ചിട്ട് ഈ മരത്തൊന്ന് സംരക്ഷിക്കാൻ പറയാം എന്ന് പറഞ്ഞ് കുറച്ച് മതത്തിൽ കുറച്ച് ജാടയൊക്കെ തോന്നി, വേഷങ്ങളിലും വിധാനങ്ങളിലൊക്കെ ശുദ്ധത തോന്നിയ കുറച്ച് ആൾക്കാർ അങ്ങനെ മാറി നിന്നു. അപ്പോഴാണ് വേറൊരു കൂട്ടര് അവരിങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ മാത്രമൊന്നുമല്ലല്ലോ മരമുള്ളത്, മരം പിന്നെ വേറെ കുറെ സ്ഥലത്തുണ്ടല്ലോ, അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് നിൽക്കാനും പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ അങ്ങനെയാണ് പോയി. അപ്പോഴാണ് വേറൊരു കൂട്ടർ, അവർ കുറച്ച് ഗൗരവക്കാരാ, അവരിങ്ങനെ ഒന്ന് പറഞ്ഞു, ഈ മരത്തെ തകർക്കാൻ ആരൊക്കെയോ ബോംബും വാളുമൊക്കെയായി ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ മരത്തെ സംരക്ഷിക്കാൻ നമുക്ക് വാളും കുന്തവും ഒക്കെ എടുത്ത് ജാഗ്രത പാലിച്ച് ആ മരത്തിന്റെ ചുറ്റും അങ്ങനെ ഓടി നടക്കാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ നിന്ന്. അപ്പോഴാണ് കുറച്ച് ആൾക്കാർ ഓരിങ്ങനെ വന്നിട്ട് മരം ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോന്നും കൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ മരത്തിന്റെ തൂമ്പിൽ ഉണക്കുണ്ട്. ഈ മരം ഉണങ്ങാൻ കാരണം അതിൻ്റെ അടിവേരിന്, ആണിവേരിന്, അതിൻ്റെ റൂട്ടിന്, മെയിൻ റൂട്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ മരത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ തൂമ്പിൽ വളട്ടിട്ട് കാര്യമില്ല. മരത്തെ സംരക്ഷിക്കണമെങ്കിൽ അതിൻ്റെ ആണിവേരിന്, അടിവേരിനുള്ള പ്രശ്നം പരിഹരിക്കണം എന്ന് മനസ്സിലാക്കി ആ ആണിവേരിൻ്റെ, അടിവേരിൻ്റെ പ്രശ്ന പരിഹാരം എന്ത് എന്ന് ചിന്തിച്ച് ഒരു കൂട്ടരും മാറി നിന്നു. പൊന്നുമക്കളെ, നമ്മളിപ്പോൾ കുറേ ടീമായി മാറി. ഒരു കൂട്ടർ ഇറങ്ങി മരത്തെ സംരക്ഷിക്കാൻ നമുക്ക് മാലി മൗലൂദൊക്കെ ഇട്ട്, വേറെ കൂട്ടർ ഇറങ്ങി പ്ലാച്ചിവട പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക്, വേറെ കൂട്ടർ റിബോമും ഇതൊക്കെ ഇട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ, വേറെ കൂട്ടർ പറഞ്ഞ് ഇത് വിജനതയിലാണ്, അതുകൊണ്ട് ഈ വിജനതയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് അതാൻ്റെ വേറെ സൃഷ്ടികളുണ്ടാകും, അതുകൊണ്ട് യായ് ബാധ ആയിനൂനി എന്ന രൂപത്തിൽ ഓരോടും ചോദിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ നിന്ന്. വേറെ കൂട്ടര് ഇതൊന്നും പ്രശ്നമില്ല, നിക്കാരം പഠിപ്പിക്കാൻ ഓലങ്ങട്ട് പോയി. ആരാണ് ഇതിൽ യഥാർത്ഥ പരിഹാരം കണ്ടവർ? അവസാനം പറഞ്ഞ ആൾക്കാർ, അഥവാ ഈ മരത്തിൻ്റെ ആണിവേരിനാണ്, അടിവേരിനാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിന് പരിഹരിക്കുന്നവർ. പ്രിയമുള്ള മക്കളെ, ഞാനീ പറഞ്ഞ മരം നമുക്കൊക്കെ തണൽ നൽകുന്ന വിശ്വാസത്തിന്റെ മരമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സമൂഹത്തിൽ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ ഉമ്മത്ത് നേരിടുന്ന പ്രശ്നത്തിന്റെ പരിഹാരം അതിൻ്റെ അടിവേരിന്, ആണിവേരിന്
അതിന്റെ മെയിൻ റൂട്ടിന് പ്രശ്നമുണ്ട്, അതിന് പരിഹരിക്കലാണ്. വിശ്വാസം തകർന്നു പോയ ഉമ്മത്തിനെ വീണ്ടും ഈമാനിലേക്ക്, വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ മാത്രമാണ് പരിഹാരം എന്ന തിരിച്ചറിവാണ് നമ്മുടെ ലക്ഷ്യത്തിന്, മാർഗത്തിന്. സ്വർഗം കിട്ടണമെങ്കിൽ, ശാശ്വതമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുട്ടികളെ താരാട്ട് പാട്ടോടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിങ്ങനെ ചെല്ലാണ്. അതിൻ്റെ ഇടയിൽ കേട്ട് ഉമ്മാ നമ്മളെ അനിയൻ താഴത്ത് വീണ് ബദരീങ്ങളെ, പടച്ചോനെ ബദരീങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി താരാട്ട് പാട്ട് പാടിയ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പൊ അത് പോരാ. പിന്നെ വേറൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുദ്രാവാക്യം വിളിച്ചിങ്ങനെ നടക്കാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ കെട്ടി പറഞ്ഞു വീണ് മമ്പുറത്തെ തങ്ങളെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലല്ല, ഫഅലം നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് തീർച്ചയായും ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് അവൻ ഏകനാണ് എന്ന് പറയണം, അറിയണം എന്ന്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ കാര്യമാണിത്. നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ അറിവ് അള്ളാനെ അറിയാവുന്നതാ. അള്ളാനെ അറിയണ ആരൊക്കെ ഉണ്ട്? ഇതിലൊന്ന് കൈവയ്ക്കാം. അള്ളാനെ അറിയുന്നവർ, ഞാൻ മൈക്ക് കൊണ്ട് താഴോട്ട് വരാൻ പോടെ. അള്ളാനെ അറിയുന്നവർ ആരൊക്കെ ഉണ്ട്? എന്തൊക്കെ അള്ളാനെ പറ്റി അറിയാം? പറഞ്ഞാണേ. അതെല്ലാം കാണും, കേൾക്കും. എന്താണ് കേട്ടില്ല? അള്ളാഹുവിന് കുറെ പേരുണ്ട്. അള്ളാഹ് നരകത്തിലിട്ട് ക്രൂരമായി സൂക്ഷിക്കുന്ന ആളാണ്, ആ ലോകരക്ഷിതാവാണ്. ഇങ്ങനെ അള്ളാഹിനെ പറ്റി കുറെ അറിയാം. എന്നാ നിങ്ങൾക്ക് അള്ളാഹിനെ പറ്റി അറിയോന്നൊന്നും നോക്കട്ടെ കേട്ടോ. എൻ്റെ നാട്ടിലേ ഞാനൊരു കഥ പറയാം. എൻ്റെ നാട്ടിൽ കുറേ കുട്ടികൾ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് റമദാൻ മാസം ഇത്തിക്കാഫ് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലും പള്ളിക്കൊക്കെ അല്ലേ. ഒറ്റക്കാണ് ഇത്തിക്കാഫ്, കുറെ ആളുണ്ടാകാണെങ്കിലോ ബഡായി കാഫ് അല്ലേ, അതിങ്ങനെ കിടത്തിക്കാഫൊക്കെ ആയിട്ട് മാറും. അങ്ങനെ പള്ളിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയട്ടോ. അപ്പോഴോ ഉസ്താദ് ഇങ്ങനെ വന്ന് പറഞ്ഞ്, പൊന്നാര മക്കളെ, പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഭവനല്ലേ, ഇവിടെ ഇങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റുമോ വെച്ച് എല്ലാവരും കൂടി ഉപ്പിങ്ങനെ വെച്ച് ഒരാൾ വന്നിന് പറഞ്ഞുകൊണ്ട് മസീദ് ഇങ്ങനെ കുലിങ്ങനെ 6 പാക്കാ. അമ്മോ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ മക്കൾ നെഞ്ഞത്തേക്ക് വിളിച്ച് ഉസ്താദ് ഇങ്ങനെ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുട്ടികൾ മെസ്സിയും നൈമറും പിന്നെ ആരാ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ, ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും മെസ്സിയും എല്ലാവരും കൂടി ചുരുക്കി പറഞ്ഞ പള്ളിയിലെത്തി. അടിച്ചിങ്ങനെ മോനെ മെസ്സിന്റെ കടി എന്തോ പോലെ, എൻ്റെ മെസ്സി എന്ത് നെയ്മർ ഇങ്ങനെയാണ് പറക്കുമ്പോ അല്ലേ, ക്രിസ്ത്യാനോ റൊണാൾഡോനെ കണ്ടു ഇതൊക്കെ ചോദിച്ചിങ്ങനെ അടിച്ച് എംബാപ്പെ അല്ലേ, എംബാപ്പി എല്ലാവരും കൂടി പള്ളിയിലെത്തി. ബഹളം ഇങ്ങനെ കൂടിട്ടോ, പള്ളിയിൽ അറിയാതെ ബഹളം ഇങ്ങനെ കൂടി. നേരത്തെ വന്ന ഉസ്താദ് വന്ന് എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയപ്പോ ഉസ്താദിന് മൗലവിക്ക് ബേജാറായി. അങ്ങനെ ഓലിങ്ങനെ ആകെ മെസ്സിയും നെയ്മറൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാം. അതിൻ്റെ ഇടയിൽ നേരത്തെ പുറത്തു പോയ ഉസ്താദ് ഓടിക്കതച്ച് പള്ളിക്ക് ഇങ്ങനെ വന്ന് എന്തേ അത് 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 പള്ളിക്ക് ഒരു പാമ്പ് കേറിയാണ്, മൂർഖനാണ് തോന്നുന്നത് അറിയും. കേട്ടോടുകൂടി മെസ്സിയും നെയ്മറൊക്കെ എങ്ങോട്ടോ പോയി. എല്ലാവരും ഇരുന്ന സ്ഥലം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആകെ ബേജാറായി ഒരുങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഈ കാമത്ത് കൊടുത്താൽ എന്താ ചെയ്യാ? നിസ്കരിക്കാൻ തുടങ്ങാൻ പോകാം. നിസ്കാരം തുടങ്ങിയാൽ എന്താ ചെയ്യാ? അള്ളാഹു അക്ബർ പറഞ്ഞ് കയ്യെട്ടും. കയ്യെട്ടിയാലോ പിന്നെ എന്താ ചെയ്യൽ? നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ? എന്താ ചെയ്യാ? പറയടാ, കയ്യെട്ടിയാൽ എന്താ ചെയ്യാ? നിങ്ങളെ നിസ്കാരം ഇല്ലാത്ത വേറെ ആളെ നിസ്കാരം നോക്കേണ്ടി. അള്ളാഹു അക്ബർ പറഞ്ഞ് കയ്യെട്ടി അടുത്ത പരിപാടി എന്തറിയോ? കൈ കഴിക്കും. ഉറുമ്പുള്ള മരത്തമ്മ കയറിയാൽ എങ്ങനെ ആയിക്കൊണ്ട് പോകും. ഇനി ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? മുന്നുള്ളവൻ്റെ ഷർട്ടിൻ്റെ കള്ളിങ്ങനെ പോകും.
അതിൻ്റെ ഇടയിൽ ഫാത്തിയും സൂറത്തും ഒക്കെ ഡറിഞ്ഞ് പോകണ്ടാവും. അങ്ങനെയാണ് സാധാരണ നിസ്കരിക്കൽ. പക്ഷെ അന്നുണ്ടല്ലോ ഒരല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടി ഒരു അങ്ങനെ നിന്നാണ്. എന്തേ? കാരണം അള്ളാഹിനെ പേടിച്ചിട്ടാ അല്ല, പാമ്പിനെ പേടിച്ചിട്ട് ഓരിങ്ങനെ ബേജാറായി ഇങ്ങനെ നിൽക്കുക. സഫ് ശരിയാകാഞ്ഞ സഫ്ക്ക് പിടിച്ചേൽച്ചാലും കൂടി വരാത്തോന് ഇടക്കിടക്ക് താഴത്തേക്ക് നോക്കുന്നുണ്ട്. സഫ് ശരിയായ നോക്കല്ല, പാമ്പെങ്ങാനും അതിലെ പോകുന്നുണ്ടോ. അങ്ങനെ ബേജാറായി അങ്ങനത്തെ ഒരു നിസ്കാരം ഒരു നിസ്കരിച്ചില്ല. അല്ലാഹു അക്ബർ പറഞ്ഞ് അങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയിലാണ് ആരോ ഒരാള് മൂക്കിൽ പൊടി പോയി എന്ന് പറഞ്ഞ് അതോടുകൂടി കൈയിട്ട് അമ്മോ എന്ന് പറഞ്ഞ് കൈയെടുത്ത്. എന്തേ കാരണം? ഓന്റെ മുന്നിൽ പാമ്പ് എന്ന് പറയും. പൊന്നു മക്കളെ, ആരാ പള്ളിയിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞത്? ആ ഉസ്താദ്. ആ ഉസ്താദ് അതിന്റെ മുന്നെന്തേ പറഞ്ഞീന്? പള്ളി അള്ളാന്റെ ഭവനല്ലേ, ഇവിടെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ നമ്മളെന്താ പറഞ്ഞത്? ഒരാള് വന്നിണ്. എന്തേ? അള്ളനെ അറിയൂല, പാമ്പിനെ അറിയാം. മുസ്ലിം മതത്തിന്റെ പ്രശ്നമാണിത്. അള്ളനെ അറിയില്ല, അള്ള വേണ്ട. എപ്പോഴാ അവരെ പ്രയാസം ഉണ്ടാവുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അതല്ലാത്തവരിലേക്ക്. പിന്നെ എപ്പോഴാ അവനെ ഓർമ്മ ഉണ്ടാകാറിയോ? പോണ വഴിമേൽ ചീഞ്ഞത് എന്ത് ചവിട്ടിയാൽ ചീഞ്ഞത് ചവിട്ടിയാൽ ഓർമ്മ വരേണ്ട സാധനം അള്ള അല്ല. ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തിനെ പഠിപ്പിച്ച ഏറ്റവും പ്രധാന കാര്യം അത്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തെ പഠിപ്പിച്ച കാര്യം എന്താ? ആ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാതെ ലോകത്തൊരു പ്രവാചകരും കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ നോക്കി, നമുക്ക് മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കഥ അറിയാം അല്ലേ? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം വന്ന പ്രവാചകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊന്നു അല്ലേ? കൊന്ന മോന്റെ പേരെന്തേനി? ഖുർആൻ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഹാബീലിനെ കൊന്നു. ലോകത്ത് നടന്ന ആദ്യത്തെ കൊലപാതകം. ഇനി ലോകത്ത് നടക്കുന്ന എല്ലാ കൊലപാതകത്തിന്റെയും ശിക്ഷ ഒരംശം ആർക്ക് കിട്ടും? ആദ്യം കൊലപാതകം നടത്തിയ ആൾക്ക്. ഈ കൊല നടന്നുകൊണ്ടല്ലേ ഇനി ലോകത്ത് നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും നടക്കുന്നത് ആണ് അല്ലേ? കൂടെ പഠിക്കുന്ന കുട്ടികളെപ്പോലും, കൂടെ പഠിക്കുന്ന സമപ്രായക്കാരെ പോലും അല്ലേ, നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ അവനെ കൊല്ലുന്ന് പറഞ്ഞാൽ കൊല്ലും, കൊല്ലുന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, വേണേ പോയി നോക്കിക്കോ, ഓന്റെ കണ്ണ് കണ്ടോ എന്നൊക്കെ പറയാൻ മടിയില്ലാത്ത പ്രായമുള്ള ആൾക്കാരാ. പ്രിയമുള്ള മക്കളെ, നമ്മുടെ പ്രായമുള്ള ആൾക്കാർ അതിന്ന് വ്യത്യസ്തരാകാനാ നമ്മൾ എംബസമുകാരായത്. കണ്ടോ ആദ്യത്തെ കൊലപാതകം? അത് അരുത് എന്ന് പറയാൻ അള്ളാഹ് ഒരു നബിനെ പറഞ്ഞയച്ചില്ല. പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങള് അവര് തലമുറ കൈമാറി ഇങ്ങനെ പോയി. അവരില് മഹാന്മാരായ കുറെ ആൾക്കാർ വന്ന്, വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്നൊക്കെ പേരുള്ള കുറെ മഹാന്മാർ. ഒരു ചില്ലറക്കാരല്ല കേട്ടോ, നല്ല ഉഷോറുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറ വന്നപ്പോ ഓല എന്തെങ്കിലും പറയുന്നതിന്റെ ഇടയിൽ നമ്മളെ വദ് സാഹിബ് പറഞ്ഞ മാതിരി, നമ്മളെ യഊസ് കാക്ക പറഞ്ഞ മാതിരി, നമ്മളെ നസ്ർ സാഹിബ് പറഞ്ഞ മാതിരി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഓരോ മക്കൾ ചോദിച്ച്, ആരപ്പ ഈ വദ്, ആരപ്പ ഈ യഊസ്? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു നസ്റിന്റെ കഥ അറിയല്ലോ, ആരാണ്? അപ്പോലെ ഇപ്പൊ പറഞ്ഞു കൊടുത്തു, മക്കളെ ഞങ്ങൾ കണ്ടില്ല, നമ്മളെ വല്യാപ്പാരെ കാലത്ത് ജീവിച്ചതിന് നല്ല മനുഷ്യന്മാരെനി തന്നെ. ഓല് നിങ്ങൾ കണ്ടില്ലേ? ഓല് ഇരുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയോ? നമ്മളിപ്പാര് പറഞ്ഞു തന്നെ, ഓല് ഇവിടെ ഇരുന്നീന സ്ഥലമാണ്, ഓലിങ്ങനെ നടന്നു പോയിന സ്ഥലമാണ്, അവർ കടന്നീന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഈ മക്കൾക്ക് ഇവരോടൊരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടം ചെയ്ത് ഓലിങ്ങനെ പോകുമ്പോ ഇവർ നടക്കുന്ന സ്ഥലത്തുമ്പോ അവരെന്ത് ചെയ്യും? അവിടെ ഇരിക്കും. അടുത്ത തലമുറ വന്നപ്പോ, എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കണ്? ഇത് നമ്മളെ വദ്കാക്ക ഇരുന്നീന സ്ഥല, ഇത് നമ്മളെ യൗസ് സാഹിബ് ഇരുന്നീന സ്ഥല. ഓലാരാ?
ഓലെ നമ്മൾ പൂർവികന്മാരെ കാലത്തുള്ള മഹാന്മാരേനി. ഓലെ എങ്ങനെയേനി? ഓലെ രൂപം നമുക്കറിയില്ല. എന്താ നമ്മൾ ഓലെ രൂപം ഒന്ന് ഉണ്ടാക്കി വെക്കാലോ? ഓർക്ക് തോന്നി അത് ശരിയാ, ആരാധിക്കാൻ വേണ്ടി ഒന്നല്ല ഉണ്ടാക്കി, ഒരു രൂപം ഉണ്ടാക്കി. അതങ്ങനെ കഴിഞ്ഞു പോയി. അടുത്ത തലമുറ വന്ന് ഓലിങ്ങനെ ഈ 5-6 ആൾക്കാരെ രൂപം ഇങ്ങനെ കാണും. ചോദിച്ചല്ല, എത്ര പേരുത്തായിരം ആൾക്കാർ കഴിഞ്ഞു പോയിണ്, എന്നിട്ടെന്താ ഇവരെ മാത്രം രൂപം? അപ്പൊ ഓര് പറഞ്ഞു, ഇത് നമ്മളെ പാപ്പാരെ കാലത്തുള്ള മഹാന്മാരായ ആൾക്കാരേനി. അപ്പോലോട് തോന്നിയ ഒരു ഇഷ്ടം, അതൊരു മുഹബ്ബത്തായി മാറി, അത് അവരോടുള്ള ആരാധനയായി മാറി. അങ്ങനെ അള്ളാഹ്ക്ക് കൊടുക്കണ ആരാധന ഈ വദ്ദിനും സുവാഹിനും യഊസിനും യഊഖിനും നസ്റിനും ഇവര് മോശക്കാരാണോ? അല്ല, മഹാന്മാരായ ആൾക്കാർ. അവർക്ക് നൽകിയപ്പോ അള്ളാഹു അരുത് എന്ന് പറയാൻ ഒരു നബിയെ പറഞ്ഞു വെച്ചു. ആ നബിയായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ഒന്നും കൂടി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് പോകണേ. ആദ്യം ഒരു കൊലപാതകം നടന്നു. കൊല്ലരുത് എന്ന് പറയാൻ അന്നൊരു നബിനെ പറഞ്ഞോ? ഇല്ല. അള്ളാഹു അതിനേക്കാൾ ഗൗരവത്തിൽ കാണുന്നതാണ് റബ്ബല്ലാത്തവരിലേക്ക് അർപ്പിക്കുന്ന ആരാധന. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും ആ സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങളുടെ ആരാധന, അർത്ഥന, നേർച്ച, വഴിപാട്, ഇബാദത്തുമായി ബന്ധപ്പെട്ടതെല്ലാം ആർക്കേ കൊടുക്കാവൂ? പറയുമക്കൾ, ആർക്കേ കൊടുക്കാവൂ? അല്ലാഹു, അവൻ മാത്രം പോരെ. നമുക്കൊരല്ലാഹു പോരെ, മതി. ആരാധന, അർത്ഥനകൾ അർപ്പിക്കാൻ ഒരല്ല മതി. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അവനെ ഏകനാക്കുക, വഹ്ദാനിയത്ത്. അതാണ് തൗഹീദ്. ഇത് പഠിപ്പിക്കാൻ, ഇത് സമൂഹത്തിൽ നിന്ന് തെറ്റിപ്പോകുക. നമ്മളൊക്കെ ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പുള്ള ആൾക്കാരല്ലേ? നമ്മൾ തെറ്റിലേക്ക് പോയി പോകാൻ സാധ്യത ഉണ്ട്. എന്തേ കാരണം അറിയോ? നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കേട്ടില്ലേ? എന്താ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്ത പണി? ആ വിഗ്രഹങ്ങളൊക്കെ കൊത്തി നുറുക്കി വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ട് ആൾക്കാരിങ്ങനെ വന്നു നോക്കിയപ്പോണ്ട് ഓലെ പടച്ചോമാരൊക്കെ ഇങ്ങനെ മരിച്ചെടുക്കണ്. പാവല അപ്പം തന്നെ അല്ലേ, ആ അപ്പം തന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് വലിയ അപകടം വരാൻ പോണ്. ആരാത് ചെയ്തത്? ഇബ്രാഹിമ. ആരാ ഇബ്രാഹിം അത് ചെയ്ത്? ഞാൻ ഓനോട് ചോദിച്ചു നോക്കി. അതാ വലിയോരല്ലേ കോടാലിയും കൊണ്ട് ഇങ്ങനെ കൗത്തിലിങ്ങനെ ഓനോട് ചോദിച്ചു നോക്കിയാണ്. ഇബ്രാഹിം ഓന് വർത്താനം പറയോ? പിന്നെ എന്തിനാ ചങ്ങായിമാരെ നിങ്ങൾ ഇതിനെ ആരാധിക്കണ്? ഓൽക്ക് കത്തി. പക്ഷേ അവരാ കത്തിൽ കുറെ നേരം നിന്നില്ല. അപ്പോഴേക്കും അവരുടെ ഭരണാധികാരി നമ്രൂദ്, ഇമ്മാരി പണി ചെയ്തോന് നമ്മൾ ശിക്ഷ കൊടുക്കണം. എന്താ ശിക്ഷ? വലിയ തീക്കുണ്ട ഒരുക്കി, വലിയ തീ ഒരുക്കി അതിലേക്ക് ഇബ്രാഹിമിനെ എറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കത്തിക്കരിഞ്ഞോയോ? ഇല്ല. എന്താ സംഭവിച്ചത്? തീ അള്ളാഹ് ഏസിയാക്കി കൊടുത്തു. റബ്ബ് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയേ, നിനക്ക് കത്താനുള്ള ശക്തി എന്നത് ഞാനാട്ടോ. അതുകൊണ്ട് നീ ഇബ്രാഹിമിന് ശാന്തിയാവുക, തണുപ്പാവുക, കൂൾ ഡൗൺ. ആ തീ ഏസിയായി. എല്ലാരും ഇബ്രാഹിമിന്റെ പൊടി പോലും ഉണ്ടില്ല അല്ലെ? അനിസ്പ്രേന്റെ പരസ്യം പറയാൻ പൊടി പോലുമില്ല കണ്ടുപിടിക്കാതെ പറഞ്ഞാൽ ചെന്നു നോക്കിയപ്പോണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിരിച്ചിട്ട് ഇങ്ങനെ തീയിലിരിക്കണ്. ആര് രക്ഷപ്പെടുത്തി? അള്ളാഹ് രക്ഷപ്പെടുത്തി. ഇനി നോക്കി, വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കരുത് എന്ന് പറയാൻ വിഗ്രഹങ്ങൾ കുത്തി നുറുക്കിയ അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിഗ്രഹം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് വീണ്ടും മക്കയിലേക്ക് മക്ക വിജയത്തിന് പോയി. മക്ക ശുദ്ധിയാക്കണ, കഅബ ശുദ്ധിയാക്കണ സമയത്ത് എന്താ കണ്ടതറിയോ?
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വലിയൊരു വിഗ്രഹമുണ്ട്, ഭാഗ്യക്കോല് പിടിച്ച് ഇങ്ങനെ നിൽക്കണ വലിയ വിഗ്രഹം. അതിന്റെ പുറത്തുണ്ട് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ വലിയ വിഗ്രഹം. മഹാനേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടിയെടുത്ത് ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക എന്ന് പറഞ്ഞ ആ വിഗ്രഹങ്ങൾ എങ്ങനെ കുത്തി തള്ളിയിട്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഏത് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വിഗ്രഹ കഅബയിൽ വന്നത്? വിഗ്രഹങ്ങൾ കൊത്തി നുറുക്കിയ അതേ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ. അഥവാ സമൂഹത്തിലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ പെട്ടെന്ന് സമൂഹം തെറ്റിലേക്ക് ശിർക്കിലേക്ക് പോകും. ഓർത്തുക്കി, വിഗ്രഹത്തെ തച്ചുടച്ച അതേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹം ഉണ്ടായെങ്കിൽ സമൂഹത്തിന് നമ്മളിത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാകും, വീണ്ടും ശിർക്കിലേക്ക് വരും. അതുകൊണ്ടാ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ സന്ദേശം സമൂഹത്തിനോട് പറഞ്ഞു കൊടുത്തത്. ഇവിടെ പറഞ്ഞ ഹക്ക് അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവിടെ പറഞ്ഞ ബാത്തിൽ അതാണ് ശിർക്ക്. അതുകൊണ്ടാ മഹാനായ ലുക്മാൻ അലൈഹി ഇസ്ലാം, കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ ലുക്മാൻ എന്ന് പറയുന്ന സൂറത്തുണ്ട് അല്ലേ? ലുക്മാൻ അലൈഹി ഇസ്ലാം തന്റെ മകനെ ഉപദേശിച്ച പ്രസിദ്ധമായ ഉപദേശമുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്തുൽ ലുക്മാനിന്റെ 11 മുതലുള്ള ആയത്തിൽ ഒന്നാമത് പറയുന്ന ഉപദേശമുണ്ട്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. എന്തേ കാരണം? എന്തേ പച്ചേ പറ്റാത്ത? മോൻ ചോദിച്ചിട്ടുണ്ടാവും. എന്തിപ്പച്ചേ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് ഏറ്റവും വലിയ അക്രമം അല്ലേ? നമ്മൾ സീനാകും എന്നറിയില്ലേ അല്ലേ മോനെ? സീനാകും അല്ലേ? സീനാകും, ഏറ്റവും വലിയ സീനാണ്. ശിർക്കാണ് ഏറ്റവും വലിയ സീന്. നമ്മൾ വൈബായിട്ട് നിൽക്കേണ്ടത് എവിടെ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് നമ്മൾ വൈബായിട്ട് നിൽക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടാം. അല്ലെങ്കിൽ സംഗതി സീനാവും. അങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവും അല്ലേ? സീനാവും. അതുകൊണ്ട് നമ്മൾ മഹാനായ ലുക്മാൻ അലൈഹി ഇസ്ലാം പറയാം പോലെ ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഏറ്റവും വലിയ അക്രമം. നമ്മളിലേക്ക് ശിർക്ക് വരുമോ? ശിർക്ക് വരാതിരിക്കട്ടെ അല്ലേ? ശിർക്ക് വരുമോ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനോട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു, അവരിൽ അധിക ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലല്ലാതെ അവർ ഇബാദത്തിൽ വിശ്വാസികളായി തീർന്നില്ല. ഇതിങ്ങനെ കേട്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച്, അള്ളാന്റെ റസൂലേ നമ്മളെടുത്തുക്കും ശിർക്ക് ഉണ്ടാകേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കറുത്ത രാത്രി, കൂരിരുട്ടുള്ള രാത്രി, ഒരു കറുത്ത പാറ. എങ്ങനെയാണ്? കറുത്ത രാത്രി, കറുത്ത പാറ, അതും കൂടെ ഒരു കറുത്ത ഉറുമ്പ് ഇങ്ങനെ അരിച്ചു പോണ്. കാണോ? ഒരിക്കലും കാണൂല അല്ലേ? കറുത്ത കൂരിരുട്ടുള്ള രാത്രി, ഒരു കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പരിച്ചു പോകുന്നതിനേക്കാൾ രഹസ്യമായി നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരും. ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തോന്നി, പടച്ചോനെ സീനാവുമല്ലോ അല്ലേ? സീനാവുമല്ലോ. നബിയെ വൈബാകാൻ എന്താ ചെയ്യാ? നബിയെ രക്ഷപ്പെടാൻ എന്താ ചെയ്യാം? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഒരു പ്രാർത്ഥന, മക്കളെ ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ ശിർക്ക് വരാതിരിക്കാൻ മനസ്സറിഞ്ഞ് നമ്മളിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. കേൾക്കണ്ടോ നിങ്ങള്? ഒന്ന് ഏറ്റു പറഞ്ഞ അല്ലാഹുമ്മ. ഞാൻ ഒറ്റക്ക് പറയുന്നതിനേക്കാൾ ശബ്ദം കേൾക്കണ്ടാവണം.
അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. പെൺകുട്ടികളൊക്കെ ശിർക്കിന്ന് മോചിതാണെന്നാ തോന്നുന്നത്. അല്ല റെഡിയാണ് അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക അൻ ഉശ്രിക ബിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅ്ലമു. എന്താ അത്രയും പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അഊദു ബിക നിന്നോട് ഞാൻ ശരണം തേടാണ്. എന്തിന്? അൻ ഉശ്രിക ബിക ഞാൻ നിന്നോട് പങ്കു ചേർക്കുന്നതിന്. നിന്നല്ലാതെ വിളിക്കാൻ എനിക്ക് തോന്നാതിരിക്കാൻ, നിന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നാതിരിക്കാൻ, നിന്റെ കൽപ്പനയല്ലാതെ കേൾക്കാൻ എനിക്ക് തോന്നാതിരിക്കാൻ നിന്നോട് ഞാൻ ശരണം തേടുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെ പങ്കു ചേർക്കുന്നതിന്റെ തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. ബാക്കി പറയും ഞാൻ അറിയാതെ നിന്നോട് പങ്കു ചേർക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഇതാണ് ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന. പൊന്നുമക്കളെ, എല്ലാ ദിവസവും നിസ്കരിക്കാൻ നിന്നിട്ട് നമ്മളൊരു പ്രതിജ്ഞ ചെയ്യാറുണ്ട് അള്ളാന്റെ മുന്നിൽ. എന്താ പ്രതിജ്ഞ? അല്ലേ? ഫാത്തിഹ അങ്ങനെ ഓതിയിട്ട് 17 തവണ നമ്മളിങ്ങനെ പറയുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ ഫാത്തിഹയിൽ ആയത്ത് പറയുമ്പം അള്ളാഹ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന, നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും, റബ്ബ് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ പറയും, കണ്ടോ എൻ്റെ അടിമ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു, എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും, എൻ്റെ അടിമ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലേ? നമ്മൾ ഓരോ ദിവസം പറയണതാണ്. എന്താ അതിന്റെ അർത്ഥം? ഇയ്യാക്ക കുറെ നേരം ഇയ്യാക്കണ ഞാനാക്കാനാ അല്ല, ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം. ഓർക്കണേ, അള്ളാഹനെ ആരാധിക്ക എന്നത് വിഷയമല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്ക, അവിടെയാ പോയിന്റ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നതല്ല വിഷയം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറയുമ്പോൾ അള്ളാഹ് പറയും, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. ഓന് ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന വലദ്ദാലീൻ എന്നത് നമ്മൾ ചൊല്ലുന്നത്. മക്കളെ, ഇത് 17 തവണ ചെല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? 17 കൂടുതൽ ചൊല്ലും നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ അടക്കും. നിർബന്ധമായും 17 തവണ ചൊല്ലും. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചു വീണോ? ഇത് മനസ്സിൽ ഉറച്ച ആൾക്കാർക്ക് അല്ലാത്തവരിലേക്ക് പോകുമോ? അവന്റെ മനസ്സ് പോകുമോ? പോകൂല. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം വേണോ? സ്വർഗം വേണ്ടവരൊക്കെ ഒന്ന് കൈ നോക്കിയ. കുറച്ച് ആൾക്കാർക്ക് വേണ്ടേ? സീനൗട്ടോ. സ്വർഗം വേണം എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ മതിയോ? കൈതാത്തിക്കോ. പറഞ്ഞാ മതിയോ? പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇതുണ്ടെങ്കിലേ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും, എന്നും നരകത്ത് കിടക്കേണ്ടി വരൂല. ഇനി അതിൻ്റെ പുറമേ സ്വർഗം ഉറപ്പിക്കാനുള്ള പണി, അതാണ് ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കി, നമ്മൾ മരിച്ചു പോകും. ആ മരണശേഷം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ സ്വർഗമുണ്ട്,
ആ സ്വർഗം ഉറപ്പിക്കണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഉറച്ച ബോധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞാ മതിയോ പോരാന്നുള്ളത് ഞാൻ തെളിവ് പറഞ്ഞു. അള്ളാഹനെ അറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ആരാധന ഇബാദത്തുകൾ അർപ്പിക്കാൻ കഴിയണം. പൊന്നുമക്കളെ, എത്ര ഭാഗ്യമുള്ള ആൾക്കാരങ്ങളെന്നറിയോ? തിരിയുന്ന ഫാനിൻ്റെ ചുവട്ടിൽ സൗകര്യമുള്ള വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഫലസ്തീനിൽ നമ്മുടെ മക്കൾ ഓർത്തിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? നിങ്ങളുടെ സമപ്രായക്കാരായ ഫലസ്തീനിലെ മക്കളെ ചിത്രം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓരോ ദിവസവും അവിടെ ഉമ്മമാര് അവിടെ മക്കളുടെ മയ്യത്ത് കയ്യിൽ പിടിച്ച് റബ്ബിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്തേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണമെന്ന് അവരിങ്ങനൊക്കെ പ്രയാസത്തിലായിട്ടും അടുത്ത ദിവസം അവരും മരണപ്പെടുമെന്നറിഞ്ഞിട്ടും അവരെന്തേ അവരുടെ വിശ്വാസത്തെ മാറാഞ്ഞ് അവർക്ക് സ്വർഗം കിട്ടണമെന്ന ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്കറിയാം, ഒരു 2-3 വർഷം മുമ്പ് ഇന്തോനേഷ്യയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ആ ഭൂകമ്പത്തിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ, വൈറലായ ഒരു വീഡിയോ. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ, തകർന്നു വീഴാറായ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു മോനുണ്ട്, താഴെ നിന്ന് ഉപ്പയെ വിളിക്കുന്നു. ഉപ്പ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് കരയാണ്. താഴെ നിന്ന് ആ ഉപ്പ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, പൊന്നുമോനെ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ. നിങ്ങളാണ് ഇങ്ങനെ, നിങ്ങളെന്താ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ പറഞ്ഞോണ്ട് നിങ്ങൾ തൽക്കാലം എന്നെ കഴിച്ചലാക്കി അറിയും. പക്ഷെ ആ കുട്ടി എന്താ ചെയ്തറിയോ? ആ കുട്ടി ഉപ്പ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഉപ്പ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ്, ഷഹാദത്ത് കലിമ മുറിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ കുട്ടി ഏറ്റിങ്ങനെ പറയുന്നു. പെണ്ണുമക്കളെ, ഞാൻ പറഞ്ഞ എൻ്റെ ആകത്തുകയാണിത്. ആ ഉപ്പക്കറിയാം, ഒരു പക്ഷേ ഈ മകൻ കെട്ടിടം തകർന്ന് ആ മകനും ഞാനും മരണപ്പെടും, പക്ഷെ സ്വർഗമുണ്ട് എന്നത് സത്യമാണ്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഉറപ്പിച്ചു. ആ സ്വർഗത്തിൽ എൻ്റെ മകനുണ്ടാകണം, ഞാനുണ്ടാകണം. ഈ ദുരിതത്തിൽ ഞാൻ പെട്ടുപോയാലും സ്വർഗത്തിലുണ്ടാകണം. അതിനെനിക്ക് ഉറപ്പിക്കാനുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാ ആ മകനത് പറഞ്ഞത്, അതുകൊണ്ടാ ആ ഉപ്പത് പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ടാ ആ മകനത് ഏറ്റു പറഞ്ഞത്. മക്കളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞ് ഉറപ്പിക്കാൻ നമുക്ക് കഴിയാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ, തൗഹീദുള്ള, എന്ത് തെറ്റും കുറ്റും ഒക്കെ വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടിട്ട് ഒരു കളിയില്ല. അല്ലാത്തവരിലേക്ക് ഒരാശക്തിയിലേക്കും എൻ്റെ ആരാധനാർത്ഥന പോകൂല എന്ന ഉറപ്പോട് കൂടിയാകണം. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷൻ ഒക്കെ കഴിഞ്ഞ് ഇവിടെ വിട്ടുകൾ പോകേണ്ടത്. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിന് അള്ളാന്റെ മുന്നിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാദേഴ്സ് ഡേയിൽ നമ്മളെ മക്കൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ എവിടുന്നോ കിട്ടുന്ന ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടുമ്പോൾ, എവിടുന്നോ കിട്ടുന്ന ഭക്ഷണത്തിന് വേണ്ടി, ഒരിറ്റു വെള്ളത്തിന്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പിരിയുമ്പോഴാണ് നമുക്ക് മുന്നിലേക്ക് നല്ല സുഭിക്ഷമായ ഫ്രൂട്ടിയും നല്ല ഭക്ഷണവും ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള സാധനമൊക്കെ കടന്നു വരുന്നത്. ഇത് നമ്മൾ നന്ദി പറയേണ്ടി വരും. ഈ നന്ദി അള്ളാഹുവിലേക്കുള്ള ഇബാദത്തായി, ആരാധനയായി എന്ത് ജീവിതത്തിൽ വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ട് അതല്ലാത്തവരിലേക്ക് ഇബാദത്ത് പോകൂല എന്ന ഉറപ്പ് നമ്മൾ ഉണ്ടാകണം. അള്ളാഹു മുവഹിദുകളായി ജീവിച്ച് മുവഹിദുകളായി മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. റബ്ബേ, ഞങ്ങളെപ്പാരും ഉമ്മാരും വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. ഞങ്ങൾ ഓർത്ത് കരയാണ് ഒരു റബ്ബേ, ഉപ്പാരും ഉമ്മാരും നിരാശപ്പെടുത്തുന്ന അവസ്ഥ ഞങ്ങളെ കൊണ്ട് നീ ഉണ്ടാക്കരുത് റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ നാടിന്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഭാരമാവുന്ന ഞങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണീരായി മാറുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കാതെ റഹ്മാനെ.
ഞങ്ങളുടെ സ്വർഗത്തിൽ മാതാപിതാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. വസല്ലല്ലാഹു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ രക്ഷയും സമാധാനവും നൽകണം റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.